അരുൺ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ വെടിനിർത്തൽ കരാറിന് ശേഷം സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ഇതാ പോകുന്നു എന്നതായിരുന്നു. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ആവർത്തിക്കുന്ന നിലപാട് അവർ ഇന്നലെയും പ്രകടിപ്പിച്ചു എന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ ആശ്വാസകരമായ സ്ഥിതിയിലേക്ക് എത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. ഷഹബാസ് ഷെരീഫ് പറഞ്ഞതുപോലെ ആ കരാർ ലംഘിക്കപ്പെടില്ല, അത് സൂക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് പാകിസ്ഥാൻ രാജ്യം എന്ന് പറഞ്ഞ നിലപാട് അവർ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യം അതിർത്തി മടങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം. പുതിയ വെടിയൊച്ചകളോ പ്രതിസന്ധികളോ ഒന്നും ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ എത്തിയിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തകളിലൂടെയുമാണ് രാജ്യം കടന്നു പോകുന്നത്. പി ജെ അരുൺ. അന്ന അത് തന്നെയാണ്. കാരണം ശുഭകരമായ വാർത്തകൾ തന്നെയാണ് രാവിലെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അത് തന്നെയാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെയെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു അതിർത്തിയിലുണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. കാരണം അമൃത്സറിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷമാണ് കശ്മീരിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പുലരുന്നത്. കാരണം പത്താൻകോട്ട്, പൂഞ്ച്, രജോരി, ഫിറോസ്പൂർ, അഖ്നോർ, ജമ്മു പോലെയുള്ള ഇന്നലെയെല്ലാം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലെല്ലാം ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള ആളനക്കമൊന്നും ഇല്ലെങ്കിലും നഗരം അതിൻ്റെ ശാന്തതയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ അവിടെ നിന്നും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, അമൃത്സറിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, ലാഹോറുമായി വലിയ രീതിയിലുള്ള അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അമൃത്സർ എന്ന് പറയുന്നത്. അമൃത്സർ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തന്ത്രപ്രധാന മേഖലയാണ്. ഇന്നലെ ബ്ലാക്ക് ഔട്ടിനോടൊപ്പം തന്നെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു അമൃത്സർ എന്ന് പറയുന്നത്. അമൃത്സറിൽ ഇപ്പോൾ റെഡ് അലർട്ട് മാത്രമാണ് ഇപ്പോൾ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം ഭരണകൂടം നൽകുന്നുണ്ട്. കൃത്യമായ ജാഗ്രത പുലർത്തണം. എന്തായാലും ഈ ബ്ലാക്ക് ഔട്ട് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. കാരണം ഈ രാത്രി ഈ ഒരു വെളിച്ചത്തിനോട് സഹായത്തോടു കൂടി ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഔട്ട് പോലെയുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്നത്. അത് ഏത് രാജ്യത്തിൻ്റെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പകൽ ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന സംവിധാനത്തോട് അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ മാർഗത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രതിരോധ നടപടി പിൻവലിക്കുകയാണ് ഉണ്ടായത്. അമൃത്സറിൽ മാത്രമാണ് ഇപ്പോൾ റെഡ് അലർട്ട് എന്നുള്ള ഒരു മുൻകരുതൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതും ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മാത്രം മതി. അതിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമൊന്നും ഇപ്പോൾ നിലവിലില്ല എന്ന തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് നമുക്ക് രാവിലെ നൽകാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലിൽ നിന്നൊന്നും പിന്നോട്ട് പോയിട്ടില്ല. കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്ത്യ എല്ലാ ഭരണ നിയന്ത്രണങ്ങൾക്കും എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. കാരണം ഇന്നലെ ഗുജറാത്തിൽ ഇന്നലെ ഡ്രോണിൻ്റെ സാന്നിധ്യം കണ്ടതായി ഗുജറാത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് ഇന്നലെ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നത്. അതിന് തൊട്ട് മുമ്പേ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഈ ഡ്രോണുകൾ കണ്ടതായും ഈ വെടിശബ്ദം കേട്ടതായും ആയിട്ടുള്ള ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളുമെല്ലാം എക്സിലൂടെ പങ്കുവച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന് എന്ത് പറ്റി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം അപ്പോൾ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ഇന്നലെ അദ്ദേഹം വൈകി എക്സിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യമായി രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നതും. കാരണം അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൽ വിശ്വാസ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ള ഈ ഒരു
മാധ്യമങ്ങളും മറ്റുള്ള ഇതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ നടത്തിയത്. ANAയും ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരുന്നു. ന്യൂസ് ഏജൻസിയായ ANAയിലൂടെയുള്ള ദൃശ്യങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ത്യയിൽ നിന്ന് വന്നത് രാത്രി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു ഇങ്ങനെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ത്യ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അതിന് സജ്ജമാണ് സേന എന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതിനോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹം നടത്തുകയുണ്ടായി. അതും അദ്ദേഹം സ്ഥിരീകരിച്ചു. എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് BSFൻ്റെ ഒരു ജവാൻ ഈ ഷെല്ലിങ്ങിൽ പാകിസ്ഥാൻ്റെ വശത്തു നിന്നുണ്ടായ ഷെല്ലിങ്ങിൽ വീരമൃത്യു വരിക്കുന്ന ഒരു വേദനാജനകമായ ഒരു സംഭവവും ഉണ്ടായി. കാരണം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഏത് സാധാരണക്കാരനാണെങ്കിൽ പോലും ജീവൻ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ സൈനികൻ്റെ വിയോഗത്തിൽ നമുക്ക് എന്തായാലും വലിയ രീതിയിലുള്ള ദുഃഖം രേഖപ്പെടുത്തി പോവാതെ തരമില്ല. ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണവും BSF ഇന്നലെ നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതയോടെ കൂടിയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഡ്വൈസറി നോട്ടീസ് വിമാനത്താവള അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് പ്രവർത്തനം സുഗമമായാണ്, വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായാണ് നടക്കുന്നത്. സർവീസുകളിൽ ചില പുനർക്രമീകരണം വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സർവീസുകളെയൊന്നും ബാധിച്ചിട്ടില്ല. കൂടാതെ സെക്യൂരിറ്റി തലത്തിലുള്ള കാലതാമസവും പിന്നെ നേരത്തെ ചെക്കിംഗ് നടപടികൾക്ക് വേണ്ടി നേരത്തെ എത്താനുള്ള മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കാരണം ഈ ദില്ലി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഞാൻ എടുത്തു പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇപ്പോൾ വ്യോമഗതാഗതം സാധ്യമല്ലാത്ത രീതിയിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദൃശ്യങ്ങളും കൂടി നൽകി പോകണമെന്നുള്ള അതും കൂടെ നടത്തുക. പ്രവർത്തനം സുഗമമായാണ് നടത്തുന്നതെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും ദില്ലി എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പിൽ വരുന്നുണ്ട്. എന്തായാലും മറ്റുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുവരെയും ആ ഒരു വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസ് ക്യാൻസൽ ചെയ്തതിനു ശേഷം സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസുകളെല്ലാം ദില്ലിയും യു പിയിലുമുള്ള വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദില്ലിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പൊന്നും ഇപ്പോൾ നിലവിലില്ല. വ്യോമഗതാഗതം സുഗമമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടപെടലുകളും എല്ലാം ചേർത്ത് വായിച്ച് പോകേണ്ടതുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പങ്കുവയ്ക്കാനുള്ളത്, ഇന്നലെ ഈ വെടിനിർത്തൽ കരാർ വന്നപ്പോൾ പോലും നമ്മൾ പിന്നോട്ട് പോകില്ല, അതിലൊരു ഇളവ് വരുത്തില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച കാര്യമായിരുന്നു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഇന്ത്യ ഒരു നിലപാട് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു കരാർ സസ്പെൻഡ് ചെയ്തത് നിലവിൽ തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികളും തുടരും. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു ഇന്നലെ ഇന്ത്യ നടത്തിയിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ഒരു അണക്കെട്ട് ഇന്നലെ അതിൻ്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. എന്തായാലും ആ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് ജലമൊഴുക്ക് കൂടുതൽ ആ ഡാം വഴിയുള്ള ജലമൊഴുക്ക് ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതും ഈ കരാറുമായി ബന്ധപ്പെട്ട്
സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടിൻ്റെ തുടർച്ചയായി വേണം ഇതുമായി ബന്ധപ്പെട്ട് കരുതാൻ. എന്തായാലും ഇന്നലെ വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു 12-ാം തീയതി ഒന്നുകൂടി ഈ ഇരു സേനാ വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു DG-മാരുടെ മീറ്റിംഗ്, അവർ തമ്മിലുള്ള ഒരു യോഗം കൂടും എന്നുള്ള തരത്തിലുള്ള അറിയിപ്പ് ഇന്നലെ അദ്ദേഹം നടത്തിയിരുന്നതാണ്. ഈ ഒരു യോഗം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്ന തരത്തിലുള്ള നാളെ ആയിരിക്കും, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നാളെയാണ് ആ യോഗം നടക്കേണ്ടത്. ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നതെന്നുള്ളത് മറ്റൊരു ചോദ്യം. ഒരു രാത്രി കൂടി ഇരു രാജ്യങ്ങളുടെയും മുൻപിലുണ്ടാകും. ഈ സാധാരണക്കാരെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിർത്തിയിലുള്ള ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട്.